കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കവേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തകരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം. എന്താണ് സാർ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ പക്വതയോടുകൂടി വികാരങ്ങൾക്ക് അടിമപ്പെടാതെ പ്രവർത്തിക്കണമെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം ഈ പക്വതയുടെ കാര്യം ഒന്നും അവിടെ സ്പർശിച്ചില്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ്. എന്താണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അത് രാഹുൽ ഗാന്ധി, ഞാൻ രാഹുൽ ഗാന്ധി എന്ന് മുഴുവൻ പറയാറില്ല, രാഹുൽ എന്ന് പറയാറുള്ളൂ. ഗാന്ധിയായിട്ട് അദ്ദേഹം ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ ജനിപ്പിച്ചിരിക്കുക. ഗാന്ധിയുടെ കൊച്ചുമകൻ 2020 ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കോൺഗ്രസ്സുകാരനെ ഞാൻ കണ്ടു. അപ്പം നമ്മളൊക്കെ എങ്കിലും ഇയാളുടെ പേരിൻ്റെ കൂടെ കഴിയുന്നത്ര എപ്പോഴും ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല, ഒഴിവാക്കി കഴിഞ്ഞാൽ ആ മഹാനായ മനുഷ്യനെ അല്ല വരുന്ന തലമുറയ്ക്ക് ഈ തെറ്റ് സംഭവിക്കാതിരിക്കട്ടെ. മഹാത്മാഗാന്ധിയെ മോശമാക്കുന്ന ആ ഒരു പ്രയോഗം നമുക്ക് ഒഴിവാക്കിയെടുക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും രാഹുൽ പറഞ്ഞത് അങ്ങ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ അവരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരസ്പരം വികാരമൊക്കെ ഉൾക്കൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊരു പരാതിയില്ല. ഇദ്ദേഹം പറഞ്ഞത് അതല്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ആശയം ഉണ്ടായിട്ടും കാര്യമില്ല. ജനങ്ങളുടെ വികാരം ഒപ്പിയെടുക്കണം, ഉൾക്കൊള്ളണം. അതാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ, രാഷ്ട്രീയ നേതാവ് പ്രാഥമികമായി ചെയ്യേണ്ടത് എന്നാണ് ഈ മഹാനായ തത്വചിന്തകൻ പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും വേണ്ടി മുന്നോട്ട് വെച്ച ആശയം. അവിടെ എപ്പോഴും ചെയ്യുന്നത് പോലെ തൻ്റെ മുൻഗാമികളെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളുമുണ്ട്. അത് പറഞ്ഞാൽ ഭാരതത്തിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടില്ലെങ്കിലും വിഭജന സമയത്ത് അതിനു മുമ്പും ഖിലാഫത്ത് തൊട്ട് ഭാരതത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടില്ലെങ്കിലും അധികാരം നഷ്ടപ്പെട്ട ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകേണ്ട ലോർഡ് മൗണ്ട് ബാറ്റൻ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഡി മൗണ്ട് ബാറ്റന്റെ വികാരം ഉൾക്കൊള്ളുന്നതിന് പ്രത്യേക ശ്രദ്ധ ജവഹർലാൽ നെഹ്റു കാണിച്ചിരുന്നു. പക്ഷെ ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റുവിൻ്റെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും കുതന്ത്രത്തിലൂടെ ആ ജമ്മു ആൻഡ് കാശ്മീരിലിട്ട് തടവറയിലിട്ട് കൊന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ ആവശ്യപ്പെട്ടു ഒരന്വേഷണം വേണം. ആ അമ്മയുടെ വികാരം നെഹ്റു ഉൾക്കൊണ്ടിട്ടില്ല, അന്വേഷിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞില്ല. ഇന്ദിരാഗാന്ധിക്ക് വഴിയൊരുക്കാനാണെന്ന് നല്ലൊരു ശതമാനം ആളുകൾ സംശയിക്കുന്ന തരത്തിലായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണമോ കൊലപാതകമോ നിശ്ചയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ വീട്ടിലേക്ക് താഷ്കണ്ടിൽ നിന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മൃതദേഹം കൊണ്ടുവന്ന് വീടിനകത്തേക്ക് കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ വേണ്ടി മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി ഷർട്ട് ഊരിയപ്പം ആ ശരീരം കണ്ട അമ്മ, ശാസ്ത്രിയുടെ അമ്മ പറഞ്ഞു, മെരബെട്ടുവാക്കും മാർഡാല, എൻ്റെ മകനെ കൊല്ലുകയായിരുന്നു അമ്മ. ശാസ്ത്രിജിയുടെ അമ്മയും ശാസ്ത്രിജിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും പൊതുജനം ആവശ്യപ്പെട്ടു, ഇന്ദിരയോട് അന്വേഷിക്കണം,
സത്യം കണ്ടെത്തണമെന്ന്. അവിടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അമ്മയുടെയോ ഭാര്യയുടെയോ കുടുംബാംഗങ്ങൾ ശാസ്ത്രീയ സ്വീകരിക്കുന്ന ഭാരതത്തിലെ ബഹുജനങ്ങളുടെയോ വികാരം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇന്ദിരയും തയ്യാറായില്ല. വീണ്ടും നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ഇല്ലാതാക്കിയ ഇന്ദിരയ്ക്കും ആ വീണ് മരിച്ചവരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ വികാരം എന്താണെന്ന് അറിയുന്നതിന് ഒരു ശ്രമവും നടത്തുന്നത് ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ല. അവസാനിക്കുന്നില്ല രാജീവ് ഗാന്ധി. അവിടെയും ഗാന്ധി പ്രയോഗം അപ്രസ്തുതമാണ്. ഇന്ദിരയെ വധിച്ചതിൻ്റെ പേരിൽ നേരിട്ട് ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് സിഖ് സമുദായ അംഗങ്ങളെ വലിച്ചിട്ട് വെട്ടിയും കത്തിച്ചും കൊന്നപ്പം അവരുടെ വികാരവും അവരുടെ ബന്ധുക്കളുടെ വികാരവും ഈ രാജ്യത്തെ നിഷ്പക്ഷരായ പൊതുജനങ്ങളുടെ വികാരവും ഉൾക്കൊള്ളാതെ മരത്തിന്റെ വികാരം ഉൾക്കൊണ്ട മനുഷ്യനായിരുന്നു രാജീവ്. വലിയ മരം പടരുമ്പോൾ വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമ്പോൾ മരത്തിന്റെ വികാരം ഉൾക്കൊണ്ടതാണ് രാജീവ്. ഈ നാട്ടിലെ മനുഷ്യന്റെ വികാരം ഉൾക്കൊണ്ടിട്ടില്ല. അവിടെയും അവസാനിക്കുന്നില്ല. പിന്നീട് സോണിയ ചെയ്ത കാര്യങ്ങൾ, രാഹുൽ തന്നെ ചെയ്ത കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വികാരം കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയാണോ, അത് ഭാരതത്തിലെ ജനങ്ങളുടെ പുറത്തേക്ക് പോയി ലോകത്തുള്ളവരുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികളുടെ വികാരങ്ങളുമായി തന്മയീഭാവം ഉൾക്കൊള്ളാൻ വേണ്ടിയാണോ ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ഭാരതത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഉൾപ്പെട്ട ഒരു ബലാത്സംഗ കേസ്, ആ കേസിൽ ഉത്തർപ്രദേശിൽ വെച്ച് രാഹുലും കൂട്ടുകാരും അവരുടെ മുമ്പിൽ എത്തിപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകയായ യുവതിയുടെ അടുത്ത് തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ഒക്കെ പറഞ്ഞാൽ പിന്നീട് കേസായി സുപ്രീം കോടതി ഭയങ്കര സ്പീഡില്. ലാവ്ലിൻ കേസൊക്കെ വർഷങ്ങളായിട്ടും തീർപ്പാക്കാത്ത സുപ്രീം കോടതി, ഇത് താഴത്തെ കോടതിയിൽ നിന്ന് അപ്പീൽ വഴിയൊക്കെ സുപ്രീം കോടതി പോകേണ്ടതാണ്. പക്ഷെ കേസ് രാഹുലിന്റെ ആണല്ലോ. ഇരിക്കുന്ന ജുഡീഷ്യറിലുള്ള ആളുകളുടെ തിരക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധിയും രാജീവും ഒക്കെ നിയമിച്ച ആ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ പരമ്പര കൊളീജിയം സമ്പ്രദായത്തിലൂടെ സ്വന്തമാക്കിയ ജുഡീഷ്യറിയിൽ രാഹുലിൻ്റെ കേസ്, രാഹുലിന് ദോഷമായ കേസ് പെട്ടെന്ന് തീർപ്പാക്കണമായിരുന്നു. സുപ്രീം കോടതി തീർപ്പാക്കി. അതുകൊണ്ട് കുറ്റം ആരോപിക്കാനോ പറയാനോ നമുക്ക് അവസരമില്ലെങ്കിൽ പോലും ഒരു ചോദ്യം, കൂട്ടുകാരുമൊത്ത് അവിടെ പോയ ആ ശൈലിയിലാണോ അന്യന്റെ വികാരം കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊള്ളണമെന്ന് രാഹുൽ ഉദ്ദേശിക്കുന്നത്? അതുമല്ലെങ്കിൽ കേരളത്തിലും ചരിത്രമുണ്ട്. സൂര്യനെല്ലിയിൽ പോയി അങ്ങനെ വികാരം ഉൾക്കൊണ്ട ചില നേതാക്കൾക്ക് ഒരു തടസ്സവും കൊടുക്കാതെ ആവർത്തിച്ച് ലോകസഭയിലേക്ക് പിന്നീട് രാജ്യസഭയിലേക്കും പറഞ്ഞു വിട്ട ചരിത്രമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവസാനിക്കുന്നില്ല. ആരോ, ഹിന്ദു ജനത പൊതുവെയോ പശുവിനെ അംഗീകരിക്കുന്നു, പൂജയ്ക്കുന്നു എന്നുള്ള പേരിൽ ഒരു പാവപ്പെട്ട ഒരു പശുക്കുട്ടിയുടെ കഴുത്ത് പെരുവഴിയിലിട്ട് അറുത്ത ആ വേറൊരു രാഹുലുണ്ടല്ലോ, എന്തോ മാക്കുറ്റിയോ തേക്കും കുറ്റിയോ എന്തോ ഒരുത്തൻ, അയാളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ വികാരങ്ങൾക്കപ്പുറം വളർത്തു മൃഗങ്ങളുടെ വികാരം കൂടി പഠിക്കാൻ വേണ്ടി പോയതാണ്.
ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ ഒരു മുന്നറിയിപ്പായിട്ട് കരുതണം. രാഹുൽ ഇന്നലെ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും യൂത്ത് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാനീ പറഞ്ഞ ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പം കഴിയുന്നത്ര പ്രതിരോധത്തിന് ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വികാരം ഉൾക്കൊള്ളലുള്ള വരവ് ഞങ്ങളുടെ പ്രദേശത്ത് പോലും വേണ്ട എന്ന് പറയുന്നതിന് കേരളത്തിലെ പൊതുജനങ്ങൾ തയ്യാറാവണം. അതാണ് എനിക്ക് പറയുവാനുള്ളത്. യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ കോൺഗ്രസ്സുകാരോ എന്ത് നയമാണ് സ്വീകരിക്കുന്നതെങ്കിലും അവസാനം ഈ പറഞ്ഞതൊക്കെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ്. ഇതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു രാഷ്ട്രീയക്കാരൻ സുഹൃത്താട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ മാത്രം വന്നാട്ട് ഒരു മരിച്ച വീട്ടിലേക്ക്, ഒരു ദുരന്തമുണ്ടായ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ദുഃഖം ഉൾക്കൊണ്ടുകൊണ്ട്, വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ കരയാനല്ലല്ലോ അവർ ചെയ്യേണ്ടത്. അവിടെ വേണ്ട അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സഹായമാണ് വേണ്ടത്. ഒരുപക്ഷെ ഭൗതിക സഹായമായിരിക്കും, പണമായിരിക്കും, മറ്റു കാര്യങ്ങളായിരിക്കും. അത് ചെയ്യുന്നുള്ള മനോഭാവം വർദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞുപോയ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക. സഞ്ജയുടെ മരണശേഷം, ഇന്ദിരയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയുടെ മരണശേഷം ഒരു രാത്രിയിൽ ഇന്ദിര എന്ന അമ്മായിയമ്മയുടെ കൂട്ടു നിന്നുകൊണ്ട് സോണിയ മെനേക എന്ന ആ സഞ്ജയുടെ വിധവയെയും ഒരു കൊച്ചു കുഞ്ഞിനെയും കൂടെ പടലിക്ക് പിടിച്ച് പുറത്തിറക്കി. അതും അന്യന്റെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു നടപടിയാണോ ചൂണ്ടിക്കാണിക്കുന്നത്? വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ പ്രസംഗത്തിനകത്ത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ചർച്ചയിൽ ഉൾക്കൊള്ളിക്കുന്നതിനുള്ള സന്ദർഭമില്ലാത്തത് കൊണ്ട് ഇത്രമാത്രം ഞാൻ പറയുന്നു. രാഹുല് കോൺഗ്രസ്സുകാരോട്, യൂത്ത് കോൺഗ്രസ്സുകാരോട് നടത്തിയ ഈ നിർദ്ദേശം അപകട സാധ്യതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങൾ കരുതിയിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.